വെൽക്കം ടു ഫ്ലൈ ഫോർ ഫ്യൂച്ചർ ലോയേഴ്സ്. ഇന്ന് ക്ലീനെ പറ്റിയാണ് പറയുന്നത്. ക്ലീ എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കുന്ന ഒരു എൻട്രൻസ് എക്സാമാണ്, ലോ എൻട്രൻസ് എക്സാം. കോഴ്സ് ഡ്യൂറേഷൻ 3 വർഷവും 5 വർഷവുമാണ് ഉള്ളത്. എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് 360 മാർക്കിൽ 120 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 2 മണിക്കൂറാണ് എക്സാം ഡ്യൂറേഷൻ. എക്സാമിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ജനറൽ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, അർത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസ്. സെക്ഷൻ വെയിറ്റേജ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് എടുത്തതാണ്. ഇംഗ്ലീഷ് 36 ക്വസ്റ്റ്യൻസ്, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിങ് 15 ക്വസ്റ്റ്യൻസ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫേഴ്സ് 27 ക്വസ്റ്റ്യൻസ്, ലീഗൽ റീസണിങ് 42 ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബോത്ത് 5 വർഷവും 3 വർഷത്തിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് ലോ കോളേജസ് കേരളത്തിലുള്ളത് തിരുവനന്തപുരത്തും കോഴിക്കോടും തൃശ്ശൂരും എറണാകുളത്തുമാണ്. എക്സാമിൻ്റെ മാർക്കിംഗ് സ്കീം: കറക്റ്റ് ആൻസറിന് 3 മാർക്കും ഇൻകറക്റ്റിന് -1. എലിജിബിലിറ്റി എന്ന് പറയുന്നത് 3 വർഷക്കാർക്ക് ഒരു ഡിഗ്രി വേണം, 45% പാസ്സാവണം മിനിമം മാർക്ക്. പിന്നീട് 5 വർഷക്കാർക്ക് +2നും 45-50% ഒക്കെ മിനിമം മാർക്ക് വേണം. ഇന്ത്യൻ സിറ്റിസനും ആവണം. അതോടൊപ്പം കേരളത്തിൽ ജനിച്ചതിൻ്റെ നേറ്റീവ് സർട്ടിഫിക്കറ്റും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹാജരാകണം. സ്റ്റഡി മെറ്റീരിയൽസ്: ജോബ് സെക്യൂറിയുടെ ഗൈഡുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം, ടാലൻറ്റ് അക്കാഡമിയുടെ ഗൈഡുണ്ട്. അതുപോലെ തന്നെ കുറേ ഗൈഡുകൾ സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രിപ്പറേഷൻ ടിപ്സ് എന്ന് പറയുന്നത് എക്സാം പാറ്റേൺ, എങ്ങനെയാണ് എക്സാം വരുന്നതെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് സിലബസൊക്കെ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുക. മോക്ക് ടെസ്റ്റൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അത് ചില വെബ്സൈറ്റിലൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കുന്നത് നല്ലതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ലീഗൽ ഏരിയാസാണ്. 42 ക്വസ്റ്റ്യൻസാണ് അതിൽ നിന്ന് വന്നിരിക്കുന്നത്. പിന്നീട് 36 ക്വസ്റ്റ്യൻസാണ് ഇംഗ്ലീഷിൽ നിന്നും വന്നിരിക്കുന്നത്. പിന്നീട് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫേഴ്സിൽ നിന്നാണ് 27 ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇതിനൊക്കെയാണോ വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്ട്സ്, അത് ഫോക്കസ് ചെയ്യുക. ഇവിടെ ലീഗൽ ഏരിയാസും ജനറൽ നോളജും ഇംഗ്ലീഷൊക്കെയാണ്. അപ്പം അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. കുറച്ച് ഗൈഡിൻ്റെ നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് വെച്ചാണെങ്കിലും അല്ലാതെയും സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുള്ള ഗൈഡ് വെച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക. അതിൽ മെയിൻലി എക്കണോമിക്സ്, ബിസിനസ് പേജ് വായിക്കുക. അതിൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ജനറൽ നോളജ് അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് പേജിൽ ചോദിക്കുന്നതായിരിക്കും. പിന്നെ സ്പോർട്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യാൻ സ്പോർട്സ് പേജ് വായിക്കുക. ഇങ്ങനെയുള്ള പേജുകൾ വായിക്കുമ്പോൾ നമുക്ക് ഇതിൽ റിലേറ്റഡ് നോളജ് കിട്ടും. ദിസ് ഈസ് ഓൾ അബൌട്ട് ക്ലീ 2026 വരാൻ പോവാണ്. അതിൻ്റെ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ വിവരങ്ങളൊക്കെ കിട്ടുമ്പോൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ലോ ആസ്പിരൻസ് ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ദിസ് ചാനൽ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ ചാനൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് പുതിയ വീഡിയോകൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. ഇനിയും പുതിയ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടിൽ ദെൻ, ഗുഡ് ബൈ.